നമുക്കിന്ന് ഒരു കൊട്ടാരത്തിലെ പാവം രാജകുമാരിയുടെയും കാട്ടിലെ കുഞ്ഞു കൂട്ടുകാരുടെയും കഥ കേട്ടാലോ? ദൂരെയുള്ള ഒരു മനോഹരമായ രാജ്യത്ത് ഒരു രാജാവും രാജ്ഞിയും ജീവിച്ചിരുന്നു. എനിക്ക് ജനിക്കുന്ന കുഞ്ഞിന് മഞ്ഞിന്റെ അത്രയും വെളുത്ത നിറവും ചോരയുടെ അത്രയും ചുവന്ന ചുണ്ടുകളും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ, രാജ്ഞി ആഗ്രഹിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാജ്ഞിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായി. അവർ ആഗ്രഹിച്ചതുപോലെ മഞ്ഞിന്റെ അത്രയും വെളുത്ത നിറമുള്ള ആ കുഞ്ഞിന് അവർ സ്നോ വൈറ്റ് എന്ന് പേരിട്ടു. സ്നോ വൈറ്റ് ജനിച്ച് അധികം വൈകാതെ തന്നെ അവളുടെ അമ്മയായ രാജ്ഞി മരിച്ചുപോയി. രാജാവ് രണ്ടാമതൊരു കല്യാണം കഴിച്ചു. പുതിയ രാജ്ഞി കാണാൻ വളരെ സുന്ദരിയായിരുന്നു. അവളുടെ കൈവശം ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു. രാജ്ഞി എന്നും രാവിലെ ആ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ചോദിക്കുമായിരുന്നു, ചുവരിലിരിക്കും കണ്ണാടിയെ, ഈ ലോകത്തിൽ ഏറ്റവും ഭംഗിയുള്ളവൾ ആരാണ്? അപ്പോൾ കണ്ണാടി പറയും, അത് നിങ്ങൾ തന്നെയാണ് എൻ്റെ രാജ്ഞി. ഇത് കേട്ട് രാജ്ഞി ഒത്തിരി സന്തോഷിക്കും. ഒരു ദിവസം രാജ്ഞി പതിവ് പോലെ മാന്ത്രിക കണ്ണാടിയോട് ചോദിച്ചു, ചുവരിലിരിക്കും കണ്ണാടിയെ, ഈ ലോകത്തിൽ ഏറ്റവും ഭംഗിയുള്ളവൾ ആരാണ്? എന്നാൽ ഈ തവണ കണ്ണാടി പറഞ്ഞ മറുപടി ഇതായിരുന്നു, എൻ്റെ രാജ്ഞി, നിങ്ങൾ സുന്ദരിയാണ്, പക്ഷേ നിങ്ങളെക്കാൾ എത്രയോ സുന്ദരിയാണിപ്പോൾ സ്നോ വൈറ്റ്. കണ്ണാടിയുടെ വാക്കുകേട്ട് രാജ്ഞിക്ക് ദേഷ്യവും അസൂയയും സഹിക്കാൻ കഴിഞ്ഞില്ല. അവളൊരു വേട്ടക്കാരനെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു, നീ സ്നോ വൈറ്റിനെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊന്നുകളയണം.